നമസ്കാരം. ഇലക്ഷൻ 2026 കേരളയിലേക്കെല്ലാം മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് കോട്ടയം ജില്ലയിലേക്കാണ്. കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലെ ഇലക്ഷൻ വിശകലനങ്ങളിലേക്കാണ്. ആര് നേടും ആര് വാഴും എന്നൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. കോട്ടയത്ത് ആരായിരിക്കും നേടുക, ആരായിരിക്കും അവിടെ വീഴുക എന്നുള്ളത് അറിയാം നമുക്ക്. അതുകൊണ്ട് അതിലേക്ക് സ്വാഗതം ചെയ്യാം സാദിഖ് സാറിനെ കൂടി. സാദിഖ് സാർ നമസ്കാരം. നമ്മൾ ഇന്ന് ചെല്ലുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് ചെല്ലുമ്പോൾ കോട്ടയത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് അവിടെ നോക്കിക്കാണാൻ കഴിയുന്നത്? കോട്ടയം നിലവിലെ നിയമസഭയിൽ തന്നെ തുല്യ ശക്തികളാണ്. ആകെ 9 സീറ്റുകളിൽ 4 UDF-നും 5 LDF-നും ആണ്. സ്വാഭാവികമായിട്ടും ഘടകകക്ഷികൾക്കും ഒരു പ്രാമുഖ്യം ഉള്ള ഒരു ജില്ലയാണ്. കേരളത്തിന്റെ അക്ഷര കേരളത്തിലെ ജില്ലയാണ്. ഉമ്മൻചാണ്ടി എന്ന നീതിമാനായ ആ മനുഷ്യന്റെ ജില്ലയാണ്. എന്നും UDF-ന് അനുകൂലമായി നിന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ ഒരു പ്രാവശ്യം അതിൽ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ആകെ ഈ വലിയ ഭൂരിപക്ഷമൊക്കെ ഉള്ള ഇടതുമുന്നണിയുടെ ഭരണം വന്നപ്പോൾ പോലും ആടി ഉലയാത്ത ഒരു ജില്ലയാണ്. ആ ജില്ല ആയിരിക്കും ഇത്തവണ ഒരു വലിയ തിരിച്ചുവരവ് വരുത്താൻ പോകുന്നത്. അവിടെ ഇപ്പോൾ പാലാ മുതൽ, പാലായും കോട്ടയം എന്ന് കേൾക്കുമ്പോൾ 2 മഹാമേരുക്കളാണ്. 50 വർഷം ഉമ്മൻചാണ്ടി എന്ന വ്യക്തി 53 വർഷവും KM മാണി 50 വർഷവുമൊക്കെ അവിടുത്തെ MLA-മാരായ ഒരു മണ്ഡലമാണ്. അതിൽ പാലായിൽ തുടങ്ങിയാൽ പാലായിൽ മാണി എന്ന പേര് വീണ്ടും MLA ആയി വരും. അപ്പൊ ഒരു ചോദ്യം വരും, മാണി സി കാപ്പനും ഉണ്ട്, ജോസ് കെ മാണിയും ഉണ്ട്. പക്ഷേ ഈ ആദ്യം മാണി എന്ന് വരുന്ന ആൾ ആദ്യം വരും, രണ്ടാമത് പേരിന്റെ അവസാനം മാണി വരുന്ന ആള് 2ാം സ്ഥാനത്ത് വരും, പിന്നെ നമ്മുടെ ഷോൺ ജോർജ് 3ാമതും വരും. അപ്പൊ ഇപ്പോഴേ അവിടെ 1, 2, 3 സ്ഥാനങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ജയിച്ചു കഴിഞ്ഞു, ജയിച്ചു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും, അതായത് 99 സീറ്റ് വാങ്ങി LDF വന്നപ്പോൾ പോലും ആ സീറ്റ് UDF-ന്റേതാണ്. അത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരിൽ ഒരു വ്യത്യാസം വന്നു എന്നുള്ളതല്ലാതെ വ്യക്തിക്ക് മാറ്റം വന്നിട്ടില്ല, മുന്നണിയിൽ മാറ്റം വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. എന്ന് മാത്രമല്ല 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ ഒരു സപ്പോർട്ട് UDF-ന് അനുകൂലമായി നിൽക്കുന്ന വലിയ ഒരു ഘടകമാണ്. സാമുദായികമായിട്ടുള്ള വലിയ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ്. ഈ നമ്മൾ പറയുമല്ലോ, ഘടകങ്ങളെല്ലാം UDF-ന് അനുകൂലമായ അവിടെ തിരിഞ്ഞു നോക്കേണ്ട ഒരാവശ്യം, കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അതിനേക്കാൾ കൂടും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. മാണി കാപ്പൻ പാലായിൽ ജയിക്കും തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ UDF-ന്റെ സീറ്റായി മാറും. ജോസ് കെ മാണി തകർന്ന തരിപ്പണാവും എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. ജോസ് കെ മാണി അവിടെ മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയത്തെ പരാജയം പ്രശ്നമല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കാതിരിക്കുന്നതായിരുന്നു രാഷ്ട്രീയപരമായി നല്ലത് എന്ന് പോലും അഭിപ്രായമുള്ള ഒരു മണ്ഡലമാണ്. അല്ല, കൂടെ നിൽക്കുന്നവര് തന്നെ മത്സരിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മത്സരിക്കേണ്ടി വരുമല്ലോ. അദ്ദേഹത്തിനെ വെട്ടിലാക്കിയതാണല്ലോ. അതെ. നമുക്ക് അപ്പൊ പാലായിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ചെല്ലാൻ കഴിയുന്നത് പാല കഴിഞ്ഞാൽ കടുത്തുരുത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മോൻസ് ജോസഫ് ആണ്. കടുത്തുരുത്തി, അതും നിലവിൽ UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. ആ കടുത്തുരുത്തിയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കൊന്നും വലിയ മാറ്റങ്ങളില്ല. 3ാം മുന്നണിയായിട്ടുള്ള BJP അവിടെ BDJS-നാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അവർക്ക് അവിടെ പ്രതീക്ഷ ഒന്നും വെക്കുന്നില്ല എന്നുള്ളത്. മോൻസ് ജോസഫിനെ കുറിച്ച് അവിടെ പ്രത്യേകിച്ച് എതിരഭിപ്രായങ്ങളൊന്നും ഉണ്ടാകേണ്ട, വ്യക്തിപരമായി ഒരു MLA എന്നുള്ള നിലയിലും അദ്ദേഹം നിയോജക മണ്ഡലത്തോട് നീതി പുലർത്തിയിട്ടുണ്ട്. രാഷ്ട്രീയപരമായി അവിടെ ഗവൺമെന്റും LDF-ഉം ഈ ജനങ്ങളുടെ എല്ലാ മേഖലകളിലും നൽകിയ ബുദ്ധിമുട്ടുകളും വിലക്കയറ്റവും, അതിലേറ്റവും പരമപ്രധാനമായി അവിടെ ബാധിക്കാൻ പോകുന്നത്, കോട്ടയം ജില്ലയെ മൊത്തത്തിലും ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ് റബ്ബറിന് കഴിഞ്ഞ പ്രകടന പത്രികയിൽ 280 രൂപ ഉറപ്പുവരുത്തിയ LDF, എത്ര രൂപയാണ് ഇപ്പോൾ റബ്ബറിന്റെ വില? 200 പോലും ഉണ്ടോ എന്നറിയില്ല. അവിടെ
UDFന്റെ പ്രകടന പത്രികയിൽ രാഹുൽ ഗാന്ധി കൃത്യമായി പറയുന്നു, പ്രകടന പത്രികയ്ക്ക് മുമ്പേ പറഞ്ഞു 300 രൂപ 250 തുടക്കത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ ആദ്യത്തെ മന്ത്രിസഭാ തീരുമാനത്തിൽ അത് 250 പടിപടിയായി 300 എന്നാണ് പറഞ്ഞത്. അതിന്റെ ചുവട് പിടിച്ചിപ്പോൾ LDFന്റെ പ്രകടന പത്രികയിലും 250 പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞത് നടപ്പിലാക്കാത്തവൻ വീണ്ടും അത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാ പിന്നെ പുതിയ പ്രകടന പത്രിക വേണ്ടല്ലോ, പഴയ പ്രകടന പത്രിക എടുത്തിട്ട് അതിന്റെ ഫ്രണ്ട് പേജിൽ 2026 എന്നങ്ങ് അടിച്ചാൽ പോരെ. അപ്പോൾ അതെല്ലാം തിരിച്ചടിക്കും, ഒരു സംശയം വേണ്ട. കടുത്തുരുത്തിയിലെ MLA മോൻസ് ജോസഫ് MLA ഇപ്പോഴേ പേര് കാറിനകത്ത് MLA UDFന് അനുകൂലമായിട്ടുള്ള സീറ്റാക്കി മാറ്റി. പാലായും കടുത്തുരുത്തിയും UDFന് അനുകൂലമാണ് തങ്ങളുടെ വാദം. അതെ, അത് രണ്ട് ഘടകകക്ഷികളുടെ സീറ്റുകളുമാണ്. അടുത്ത സീറ്റ് എന്ന് പറയപ്പെടുന്നത് വൈക്കത്താണ്. അടുത്ത വൈക്കമാണ്. വൈക്കത്ത് CPMന്റെ പ്രദീപ്, പിന്നെ ബിനി മോൻ BJPയുടെ K അജിത്, ഈ 3 പേരാണ് അവിടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികളെ കുറിച്ച് പുറത്തോട്ട് മറ്റ് ജില്ലകളിലും ഒന്നും വലിയ പബ്ലിസിറ്റി ഉള്ള വ്യക്തികളൊന്നും ആയിട്ട് നമ്മൾ കാണുന്നില്ല ഈ 3 പേരെയും. പക്ഷേ സ്ഥാനാർത്ഥിയുടെ പേരോ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വമോ എന്നതിലുപരി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. ഒരു പിണറായി 3-0 വരണോ എന്നുള്ള ഒരു ചോദ്യമാണ് പ്രസക്തം. ആ പ്രസക്തമായ ചോദ്യത്തിന് മുന്നിൽ രാഷ്ട്രീയ കേരളം വേണ്ട എന്നുള്ളതായിരിക്കും മറുപടി പറയാൻ പോകുന്നത്. LDF 3-0 വേണോ എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ കുറെ വോട്ട് കൂടെ കിട്ടുമായിരുന്നു. അതും കൂടെ ഉള്ള കഞ്ഞിയിൽ പാറ്റ ഇട്ടതുപോലെയാണ്. പിന്നെ CPM എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റ ചിത്രമേ ഉള്ളൂ, അത് ശ്രീ പിണറായി വിജയൻ എന്നുള്ള ഒരു വ്യക്തിയാണ്. ഈ LDFൽ ഘടകകക്ഷികളുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. LDF എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, അല്ലെങ്കിൽ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം കൂടി ഒറ്റ ഒരാളിനെ അറിയാം. ജർമ്മനിയിൽ പണ്ട് ഹിറ്റ്ലർ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള ആരുടെയെങ്കിലും പേര് നമുക്കറിയാം. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ കൂടെ ഒരു പേരൂടെങ്കിലും കേൾക്കാം, അമിത്ഷാ. വേറെ ആരുടെയും പേരറിഞ്ഞു. ഇവിടെ കേരളത്തിൽ അതുമല്ല. അത് തീർച്ചയായിട്ടും നേരിട്ട് അവിടെ ബാധിക്കും. അതുകൊണ്ട് വൈക്കം CPMന്റെ ഈറ്റില്ലം ഒക്കെ ആണെന്ന് പറയാമെങ്കിലും അത് അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റായി അങ്ങനെ പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു 50-50 എന്നുള്ള ഒരു നിലയിൽ വൈക്കത്തെ കാണാം. അപ്പൊ ഇപ്പൊ 3 സീറ്റുകളിൽ 2-1 രണ്ടേ ഉള്ളൂ. ആയിക്കോട്ടെ. ഇനി അടുത്ത് നമ്മൾ ചെല്ലാൻ പോകുന്നത് ഏറ്റുമാനൂരിലേക്ക് പോകുമ്പോൾ നിലവിലെ ഏറ്റുമാന്റെ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന മന്ത്രിയാണ് VN വാസവൻ. VN വാസവൻ വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഈ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ VN വാസവനാണ്. VN വാസവന്റെ വിജയ സാധ്യത. പിന്നെ വേറൊരു കാര്യം, ഏറ്റുമാനൂർ പോലുള്ള മണ്ഡലത്തിൽ CPMന്റെ സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ VN വാസവന് ജയിക്കാൻ കഴിയുമോ, അതോ അവിടെ എന്തെങ്കിലും വേറെ ഫാക്ടേഴ്സ് ഉണ്ടോ ജയിച്ചു വരാൻ? അല്ല, അവിടെ ഉള്ള ഏറ്റവും വലിയൊരു വിഷയം ഈ ഏറ്റുമാനൂര് കഴിഞ്ഞ തവണയൊക്കെ UDFൽ ഘടകകക്ഷിക്കായിരുന്നു, ജോസഫ് ഗ്രൂപ്പിനായിരുന്നു. അതെ അതെ. UDF തന്നെ മാണി സാർ ഉള്ളപ്പോഴും അത് ഘടകകക്ഷിക്കാം. എനിക്ക് തോന്നുന്നത് നല്ലപ്പോഴാണ് അവിടെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ നാട്ടകം സുരേഷ് എന്ന DCC പ്രസിഡന്റിന് ഒരവസരം കിട്ടുന്നത്. അതിന്റെ എല്ലാ വാശിയും അതിന്റെ എല്ലാ സന്തോഷവും ആവേശവും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അതായത് കൈപ്പത്തി ചിഹ്നത്തിലാണ് UDFന് എത്രയോ വർഷങ്ങൾ കൂടി അവിടെ ഒരു മത്സരിക്കാൻ. അത് സ്വാഭാവികമായിട്ടും അതൊരു പുത്തൻ ഉണർവാണ്. തീർച്ചയായിട്ടും അവിടെ നാട്ടകം സുരേഷിന് ഈ നാട്ടകം സുരേഷിന് അവിടെ ഒരു സ്വാധീനത കൂടുതലാണ്. നല്ല അദ്ദേഹത്തിനെ കുറിച്ച് വ്യക്തിപരമായി DCC പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് നല്ല ഒരു സർട്ടിഫിക്കറ്റ് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒപ്പം ഈ ദേവസ്വം മന്ത്രിയാണല്ലോ, സ്വാഭാവികമായിട്ടും ശബരിമലയുടെ ആഘാതം നിലവിലെ ദേവസ്വം മന്ത്രിക്ക് ഉണ്ടാകണമല്ലോ. മുൻ ദേവസ്വം മന്ത്രിയുടെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയുടെ കാലഘട്ടത്തിലും ഇതൊക്കെ ശബരിമല സന്നിധാനത്തിൽ നിന്നും ചെന്നൈയിലൊക്കെ കൊണ്ടുപോയപ്പോൾ മന്ത്രി ഒന്നും അറിയുന്നില്ല, മന്ത്രി അറിയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ദേവസ്വം വകുപ്പിന് ഒരു മന്ത്രി എന്തിന്? അദ്ദേഹത്തിന് വേറെ എന്താ തുറമുഖങ്ങളുണ്ട്. തീർച്ചയായിട്ടും തുറമുഖ മന്ത്രി എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് എന്തിന്? അപ്പൊ അത് ബാധിക്കും. എന്ന് മാത്രമല്ല, ഞങ്ങൾ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടുത്തില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു തരി സ്വർണം പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
പിന്നെ ഇപ്പോഴുള്ളതും പണ്ടുള്ളതുമായ സ്വർണത്തിന്റെ വില വെച്ച് നോക്കിയാൽ ചിലപ്പോൾ സ്വർണത്തിന് ഒന്നും വിലയില്ലാത്ത കാലത്താണ് വിജയമല്യ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയത്. ഇപ്പൊ ഒരു പവനെങ്കിലും ഉണ്ടെങ്കിൽ 1,15,000 രൂപ ഉണ്ട്. ആ രീതിയിൽ സ്വർണത്തിന്റെ മൂല്യം അവിടെ ചിലപ്പോൾ കണ്ടെന്ന് പറഞ്ഞേക്കാം, തീർച്ചയായിട്ടും. അപ്പോൾ പക്ഷെ ആ കൊള്ള വലിയൊരു വിഷയമാണ്. എന്ന് മാത്രമല്ല, ശബരിമലയിൽ ഉൾപ്പെടെ അദ്ദേഹം ചെന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ അദ്ദേഹം നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ മുമ്പിലൊന്നും നിൽക്കുന്ന രീതിയിലല്ല. ബാക്കി എല്ലാവരും തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹം നിർവികാരനായി ചുമ്മാ നിൽക്കുക. ഈ അവിടുത്തെ തീർത്ഥം ഒക്കെ കൊടുത്താല് അത് തലയിലോ ദേഹത്തോ മുഖത്തോ ഒക്കെ ഈ വേറെ കാര്യം, ഈ കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യലിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അതുകൊണ്ട് തന്നെ വിശ്വാസികളുമല്ല അന്ധവിശ്വാസികളുമല്ല. അല്ല, പക്ഷെ അങ്ങനെയാകുന്ന ഒരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീനാരായണ ഗുരുവിനേക്കാൾ വലിയ ആളാണെന്നും ശബരിമലയുടെ അയ്യപ്പന്റെ ഏറ്റവും വലിയ ഭക്തനാണ് അദ്ദേഹമെന്നും ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിലെ 13-ാം ശ്ലോകമൊക്കെ അദ്ദേഹം എഴുതിയിട്ടാണെങ്കിലും സംസ്കൃതം തപ്പിത്തറഞ്ഞ് വായിച്ചത് നമ്മൾ കണ്ടില്ലേ? അദ്ദേഹം പറഞ്ഞ എന്താ? ഏറ്റവും എല്ലാം ക്ഷമിക്കുന്നവനും എല്ലാം സഹിക്കുന്നവനും എല്ലാവരെയും തുല്യരായി കാണുകയും ചെയ്യുന്ന മഹത് വ്യക്തിയാണ് അയ്യപ്പ ഭക്തൻ. അതുകൊണ്ടാണ് പാർട്ടി നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ ജി സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചത്. തീർച്ചയായിട്ടും. നമുക്ക് ഇനി ആ ഘടകങ്ങളിലേക്ക് പോകേണ്ട, നമുക്ക് അടുത്ത ഇനിയുണ്ട് മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അടുത്തത് നമുക്ക് ഏറ്റുമാനൂരിൽ, അപ്പം നാട്ടകം സുരേഷ് ഏറ്റുമാനൂരിൽ ഓക്കെ UDF ജയിക്കുന്നതാണ് താങ്കൾ. ഇനി അടുത്ത നമ്മൾ പോകുന്ന കോട്ടയത്തേക്കാണ്. അവിടെ ഇപ്പോൾ നിലവിലെ MLA എന്ന് പറയുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സാധ്യത എത്തിപ്പോകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സാധ്യത ഒരു സംശയവും പറയാനില്ല. അദ്ദേഹത്തെ കുറിച്ച് എന്തായിരിക്കാം നമ്മൾക്ക് എതിര് പറയാനുള്ളത്? അദ്ദേഹം വകുപ്പ് മന്ത്രിയായി. ഇതിനകത്തുള്ള UDFന്റെ ആകെ ഉള്ള ഒരു മേൽക്കൈ എന്ന് പറയുന്നത് ഈ പറയുന്ന ആന്റി ഇൻകംബൻസിയാണ്. ഭരണവിരുദ്ധ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കും. അതായത് 5 വർഷം അല്ലായിരുന്നു, 10 വർഷം ആയതുകൊണ്ട് അത്തരത്തിലുള്ള വികാരത്തിനെയാണ് നിങ്ങൾ ആത്മവിശ്വാസമായിട്ട് കാണേണ്ടിയിരിക്കുന്നത്. അത് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഈ തുടർച്ചയായി 2 തവണ LDFന് കിട്ടിയപ്പോഴും ആ 2 തവണയും അവിടെ നിന്ന് ജയിച്ച വ്യക്തിയല്ലേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം പല വകുപ്പുകളും മാറി മാറി ഭരിച്ചില്ലേ? അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ടോ? അദ്ദേഹത്തെ കുറിച്ച് ആകെ കൂടി ഇവർ പറയുന്നത്, അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ചില പേരുകളിലൊക്കെ ചെറിയ ചെറിയ ഓർമ്മക്കുറവ് കൊണ്ടോ ധൃതിയിൽ പറയുന്നതുകൊണ്ടോ ഉള്ള ചെറിയ മിസ്റ്റേക്കുകൾ. അതൊന്നും വലിയ പ്രശ്നമുള്ളതല്ല. അങ്ങനെ പറയാം. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മിടുക്കന്മാരായി ഭരിച്ചാൽ മതിയല്ലോ. അതിപ്പോ ആര് ഭരിക്കുന്നു? KSRTCയിൽ വർദ്ധിപ്പിച്ച ചാർജ് എന്നെങ്കിലും ഒരിക്കൽ കുറച്ചു കൊടുത്തതായി നമ്മൾക്ക് അനുഭവം ഉണ്ടോ കേരളത്തിന്റെ ചരിത്രത്തിൽ? ബസ് ചാർജ് അന്ന് 7 രൂപയായിരുന്നു മിനിമം. പെട്രോൾ ഡീസലിന്റെ വില സ്വല്പം കുറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ 1 രൂപ കുറച്ച് പഴയ 6 രൂപയിലാക്കിയ മന്ത്രിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നമ്മുടെ +2 വിദ്യാർത്ഥികളുടെ ബസ്സിലെ സൗജന്യ യാത്ര അനുവദിച്ച വ്യക്തിയാണ് അദ്ദേഹം. അപ്പം മന്ത്രി എന്നുള്ള നിലയിൽ ആ രീതിയിലും ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത മന്ത്രിയും വ്യക്തിയും എന്നുള്ള നിലയിലൊക്കെ ഉള്ള എല്ലാ പ്ലസും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ചുകൂടെ ഒരു വാക്ക് പറയാം. ചാനൽ ചർച്ചകളിലൂടെ ഏറ്റവും കൂടുതൽ ആളുകളോട് ധിക്കാരപരമായും ചാനലിലെ ആങ്കർമാരെ വരെ അധിക്ഷേപിക്കുന്ന തനി ഒരു അന്തം കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ, ആ വാക്കുകളൊക്കെ ഉപയോഗിക്കാവുന്ന പോലും നമുക്കറിയില്ല. അന്തം കമ്മി എന്നൊക്കെ പറയുന്നതിന്റെ പൂർണ്ണ ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വ്യക്തി കൂടിയാണ് എതിർ സ്ഥാനാർത്ഥി. വ്യക്തിപരമായും അത്തരത്തിലൊരു കമ്പാരിസന് ഒരു സാധ്യതയും ഇല്ലാത്ത 2 സ്ഥാനാർത്ഥികളാണ്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു. ഇപ്പൊ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സാധ്യതയാണ് നമ്മൾ മുമ്പ് കാണുമെങ്കിൽ ഇനി അടുത്ത പുതുപ്പള്ളിയാണ്. ഇനി നമുക്ക് പുതുപ്പള്ളിയിലേക്ക് വരാം. പുതുപ്പള്ളിയിലേക്ക് വന്നാൽ അവിടുത്തെ നിലവിലെ MLA എന്ന് പറയപ്പെടുന്ന ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മന്റെ സാധ്യതകൾ നമുക്ക് കുറച്ച് കാണേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ശ്രീ ഉമ്മൻചാണ്ടി എന്ന ആ നീതിമാൻ ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. മറ്റേത് ഉപതെരഞ്ഞെടുപ്പായിരുന്നല്ലോ. അത് തീർച്ചയായിട്ടും പുതുപ്പള്ളിയിലെ എല്ലാവരെയും വോട്ടർമാരെ, ഏത് പാർട്ടിയാണെങ്കിലും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം മാത്രം മതി അവിടുത്തെ ഭൂരിപക്ഷം ഒരു 50,000 വരെ ഭൂരിപക്ഷം വന്നാൽ അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. അതുകൊണ്ട് പുതുപ്പള്ളിയെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആ മനുഷ്യനോട് ചെയ്യുന്ന അനാദരവാണ്. തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയേക്കാൾ ഏറെ
കുറച്ചുകൂടെ മുമ്പിലോട്ട് അതിൽ ഒറ്റ പോകും. വരി നമുക്ക് പറയാം. ആ. പോസ്റ്ററിന്റെ പൈസ, ഫ്ലെക്സിന്റെ പൈസ കണ്ടുപഠിക്കണം. ഒരു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകന്റെ മകൻ വരെ ആവാനുള്ള പ്രായമേ ഉള്ളൂ. ആ പ്രായത്തിലുള്ളവരാണ് പബ്ലിസിറ്റിക്കും കട്ടൗട്ടും പുട്ടിയും ഫേഷ്യലും ഒക്കെ ചെയ്യേണ്ടുന്നത്. മാതൃകയാണ്. അച്ഛനേക്കാൾ വലിയ, അപ്പായേക്കാൾ വലിയ മാതൃകയായി സൈക്കിൾ ചവിട്ടി. ആ മാതൃക രാഹുൽ ഗാന്ധി വന്നു പോലും പിന്തുടരുന്നു. അതുകൊണ്ട് ഭൂരിപക്ഷം 50,000 എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാം, സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി അടുത്ത അത് പുതുപ്പള്ളി കഴിഞ്ഞാൽ നമ്മളത് ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി പോകുമ്പോഴത്തേക്കും ചങ്ങനാശ്ശേരി നിലവിൽ ഉള്ള ജോ മൈക്കിളാണ് അവിടുത്തെ MLA എന്ന് പറയപ്പെടുന്നത്. അതെ. ജോ മൈക്കിളിന്റെ സാധ്യതകൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ UDF സാധ്യത. ചങ്ങനാശ്ശേരി എന്ന് കേട്ടാൽ മുമ്പ് നമ്മൾ CF തോമസ് സൗമ്യനായ ജനകീയനായ ഒരു വ്യക്തിയാണ് നമ്മൾക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു വ്യക്തിക്ക് പകരം UDF കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഇത്തവണ വരാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ. ഇപ്പൊ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ വലിയ അറിവുകൾ നമുക്കില്ലാത്തത് കൊണ്ട് അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് പോകണ്ട. അതെ. പിന്നീട് ചങ്ങനാശ്ശേരിയിൽ ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോൾ NSSന്റെ ഒരു സാന്നിധ്യം, അത് ശ്രീ സുകുമാരൻ നായരുടേതല്ലെങ്കിലും NSSന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അവരതിൽ സഹകരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് വന്നിരുന്നു. അത് രാഷ്ട്രീയപരമായിട്ട് ആ വോട്ടുകൾ മുഴുവൻ LDF കിട്ടുമെന്നുള്ള ഒരു തോന്നലുണ്ടാക്കിയിരുന്നു. അതുപോലെ നമ്മളുടെ വെള്ളാപ്പള്ളി സുകുമാരൻ നായർ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള ഒരു പുതിയ ഇക്വേഷൻ, ഈ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒക്കെ ചില ഇക്വേഷൻസ് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ വെള്ളാപ്പള്ളിയാണ് പുതിയ പുതിയ ഇക്വേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത്. ആ ഇക്വേഷനും രാഷ്ട്രീയ കേരളത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതി. പക്ഷേ സോപ്പ് കുമിള പോലെ മണിക്കൂറുകൾക്കുള്ളിൽ ശ്രീ സുകുമാരൻ നായർ അദ്ദേഹത്തെ വെട്ടിലാക്കിയതാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് അദ്ദേഹം അതിൽ നിന്നും പിൻവാങ്ങി. അതോടൊപ്പം SNDPയുടെ ശ്രീ വെള്ളാപ്പള്ളിക്കുണ്ടായ കോടതി വിധികളും എല്ലാം. അല്ല, ഈ ചങ്ങനാശ്ശേരിയില് ഇപ്പോൾ ഈ ഇവരുടെ ഒരു അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടോ? ഈ NSS എന്ന് പറയുന്നതിന്റെ ഫാക്ടർ ഉണ്ടോ? NSSന്റെ ആസ്ഥാനം അവിടെയല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പെരുന്നയിലുള്ള ഒരു അത്തരത്തിലൊരു ബന്ധം അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? അല്ല, നമ്മള് ഇപ്പോൾ ഇപ്പൊ വർക്കല എന്ന് കേൾക്കുമ്പോൾ, പൊന്നാനി എന്ന് കേൾക്കുമ്പോൾ, കണിച്ചുകുളങ്ങര എന്ന് കേൾക്കുമ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു സാധ്യത അവരുടെ സ്വാഭാവികമായിട്ടും UDF സാധ്യതയാണോ ചങ്ങനാശ്ശേരി ഇത്തവണ? നമ്മളിപ്പോ ഒരു തവണയോ 2 തവണയോ ആരെങ്കിലും ഒരു സീറ്റ് ജയിച്ചു എന്നുള്ളത് കൊണ്ട് അത് ശാശ്വതമായി പതിച്ചു കൊടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില വ്യക്തികൾക്ക് ചില 1-2 ടൈം കൊടുത്തെന്നിരിക്കും. അങ്ങനെ നമുക്ക് അതിനെ കാണാൻ പറ്റും. അപ്പോൾ താങ്കളുടെ ചങ്ങനാശ്ശേരി അത് UDF അനുകൂലമായി വിധി എഴുതി അനുകൂലമായിട്ട് വരും. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി, നിങ്ങളുടെ UDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കും. അത് സ്ഥാനാർത്ഥിയുടെ മഹത്വമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള അനുകൂല സാഹചര്യം. അതായിരിക്കും മുഖ്യ ഘടകം. നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന കാഞ്ഞിരപ്പള്ളിയിലേക്കാണ്. അതെ. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജാണ് നിലവിലെ സാരഥി, MLA, ജനപ്രതിനിധി. അതെ. വരുന്ന കാലം അദ്ദേഹത്തിനും അവിടെ സീറ്റ് കിട്ടാൻ സാധ്യതയില്ലേ? അദ്ദേഹം ജയിക്കുമോ എന്നുള്ളതല്ലേ. അതെ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾക്ക് വ്യക്തിപരമായോ MLA എന്നുള്ള നിലത്തിലോ അദ്ദേഹത്തിന്റെ പാർട്ടി തലത്തിലോ ഒന്നുമുള്ള എതിരഭിപ്രായത്തിന് പ്രസക്തിയില്ല. അതിനൊന്നുമുള്ള അവസരം അദ്ദേഹം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു MLA ഉണ്ട് എന്നുള്ളത് പോലും ആർക്കും അറിഞ്ഞു, 2 രീതിയിലും അറിയില്ല. പോസിറ്റീവായിട്ടും അറിയില്ല, നെഗറ്റീവായിട്ടും അറിയില്ല. അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കി വെച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ ആന്റി ഇൻകുംബൻസിയും മറ്റ് ഘടകങ്ങളും ഒക്കെ എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കോൺഗ്രസിൻ്റേത് പ്രൊഫസറായ റോണി കെ ബേബി എന്ന നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനായും പിന്നീട് കോൺഗ്രസിന്റെ വക്താവുമായിട്ടൊക്കെ ചാനൽ ചർച്ചകളിലൂടെയൊക്കെ നമ്മൾക്ക് കാണാവുന്ന സൗമ്യനായ മര്യാദക്കാരനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഭാഗ്യവും ഒക്കെ കൂടി അനുകൂലമായിട്ട് വന്നാൽ അദ്ദേഹത്തിന് ജയിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ നമ്മൾക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു സീറ്റാണ്. അതെ, വേണമെങ്കിൽ 50-50 ആയിട്ട് പറയാം. അടുത്തത് ആകെ അവസാനത്തെ കോട്ടയത്തെ സീറ്റ് പൂഞ്ഞാറാണ്. പൂഞ്ഞാറിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ മുമ്പ് ജനകീയനായിരുന്നു എന്നറിയപ്പെട്ടിരുന്ന PC ജോർജ് അവിടെ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സെബാസ്റ്റ്യൻ കളക്ടങ്ങളാണ് അവിടുത്തെ ജനപ്രതിനിധി എന്ന് പറയപ്പെടുന്നത്.
അപ്പോൾ അവിടെയും UDF-ന്റെ സാധ്യത ഉണ്ടോ അങ്ങനെയാണെങ്കിൽ? അവിടെ രണ്ട് സെബാസ്റ്റ്യന്മാർ തമ്മിലാണ് LDF-ഉം UDF-ഉം. അവിടെ PC ജോർജ് എന്ന വ്യക്തി എന്തായാലും പണ്ട് ജനപക്ഷം എന്നൊരു പേരുണ്ടായിരുന്നു. ഇപ്പോൾ ജനവിരുദ്ധ പക്ഷം എന്ന് വേണമെങ്കിൽ അങ്ങനെ ഒരു പാർട്ടിക്ക് പേരിടാൻ പറ്റില്ല. ഇപ്പൊ അദ്ദേഹം BJP-യുടെ വക്താവാണ്. അദ്ദേഹം നമ്മുടെ സാംസ്കാരിക കേരളത്തിന് നൽകിയ സംഭാവനകൾ, കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ, കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ ഒക്കെ കൂടി നോക്കുമ്പോൾ അദ്ദേഹത്തിന് ആദ്യമേ നമ്മൾ ഈ എലിമിനേഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, ആദ്യം പുറത്താകുന്ന ആദ്യത്തെ റൗണ്ടിൽ തന്നെ അദ്ദേഹം പുറത്തായിക്കൊള്ളും. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഈ 10-28,000 വോട്ടിനൊക്കെ അവിടെ നിന്ന് ജയിച്ച ആളാണെന്നൊക്കെ അദ്ദേഹം വീരവാദം എപ്പോഴും പറയാണ്. മുൻപ് പല ഘട്ടങ്ങളിലും പരാജയപ്പെട്ടു, തന്റെ പരാജയപ്പെട്ടു കാഴ്ച കണ്ടുകൊണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ നിന്ന് ഈ പറഞ്ഞ PC ജോർജിനെ ഏതെങ്കിലും തരത്തിൽ ജയിച്ചു വരാൻ കയറുമെന്ന് തോന്നുന്നുണ്ടോ? അതോ മാറ്റി വെക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്? രാവിലെ 7 മണിക്ക് തന്നെ അദ്ദേഹത്തിന് പോലും വോട്ട് എണ്ണുന്നതിന് മുമ്പേ പരാജയപ്പെടുന്ന എന്തെങ്കിലും ഒരു അവിടുത്തെ സാധ്യത ആർക്കാണ്? പൂഞ്ഞാറിലെ സാധ്യത ആർക്കാണ്? പൂഞ്ഞാറിലെ സാധ്യത 50-50 ആയിട്ട് ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നുള്ളൂ. എങ്കിലും ഒരു ചെറിയ ഒരു അപ്പർ ഹാൻഡ് AJ സെബാസ്റ്റ്യൻ എന്ന നമ്മുടെ UDF കാൻഡിഡേറ്റ്. ശരി, നമുക്ക് നോക്കാം. എന്തായാലും താങ്കൾ പറഞ്ഞ പോലെ കോട്ടയത്തിന്റെ ഒരു ചിത്രം താങ്കൾ പറഞ്ഞത് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പാലായിൽ UDF, കടുത്തുരുത്തിയിൽ UDF, വൈക്കത്ത് 50-50, ഏറ്റുമാനൂരിൽ UDF, കോട്ടയത്ത് UDF, പുതുപ്പള്ളി UDF, ചങ്ങനാശ്ശേരിയിൽ UDF, കാഞ്ഞിരപ്പള്ളിയിൽ 50-50, പൂഞ്ഞാറിലും 50-50 എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 6 സീറ്റുകൾ UDF-ന് ലഭിച്ചിരിക്കുന്നു, 3 സീറ്റുകൾ LDF-ന് ലഭിക്കും എന്നുള്ള തരത്തിലാണ് നമ്മളിത് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതിനകത്ത് എൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ എൻ്റെ വിലയിരുത്തലുകൾ എന്ന് പറയപ്പെടുന്നത് എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പാലായിലൊരു പ്രവചനാതീതമായ മത്സരമാണ്. മാനസി കാപ്പന്റെ സാധ്യതയെ തള്ളിക്കളയുന്നില്ല. എന്നാൽ ജോസ് കെ മാണിയുടെ വരവ്, ജോസ് കെ മാണി അങ്ങനെ വിജയിക്കുമായിരുന്നെങ്കിൽ പാലായിൽ നേരത്തെ വിജയിക്കുമായിരുന്നു. അപ്പൻ്റെ മരണസമയം, ആ സമയത്തിന് എന്നെ വിജയിക്കേണ്ട ഒരു കാൻഡിഡേറ്റ് ആണ്. പക്ഷെ അപ്പം തന്നെ നടന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി വിജയിക്കുന്ന കാര്യം സാധ്യത വളരെ കുറവാണ്. അത് മാനസി കാപ്പന് തന്നെ ആയിരിക്കണം ചിലപ്പോൾ അനുകൂലമായിട്ട് വരുന്നത് എന്നുള്ളതാണ് എനിക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് കടുത്തുരുത്തിയാണ്, അത് മോൻസ് ജോസഫിനാണ്. മോൻസ് ജോസഫ് ഇതുപോലെ ജനങ്ങൾക്ക് പ്രിയങ്കരനാണ്. ആൾക്കാർക്കെന്നല്ല, എനിക്ക് തോന്നുന്നു പാർട്ടിയിലും മുന്നണിയിലും ഒക്കെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു MLA ആണ്. അതുകൊണ്ട് തന്നെ മോൻസ് ജോസഫിന്റെ വിജയ സാധ്യതയും പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് എന്തായാലും ആ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതും UDF-ന് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കാം. വൈക്കത്ത് താങ്കൾ പറഞ്ഞ പോലെ 50-50 ആണ്. പക്ഷേ വൈക്കം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ കോട്ടയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ 50-50 ഞാൻ തള്ളിക്കളയുന്നു. അവിടെ LDF-ന് മേൽക്കൈ നേടാൻ കഴിയുന്ന ഒരു മണ്ഡലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന് ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെയാണെങ്കിൽ അവിടെ VN വാസവൻ മന്ത്രിയാണ് മത്സരിക്കുന്നത്. ഏറ്റുമാനൂരിലെ മന്ത്രിയെ മലർത്തിയടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവിടുത്തെ UDF കാൻഡിഡേറ്റിന് എത്തപ്പെടാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അവിടെയുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. താങ്കൾ പറഞ്ഞ പോലെ VN വാസവനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോൺട്രവേഴ്സി വന്നതുകൊണ്ടും അതുള്ള സാധ്യത, അതാണ് ഞാൻ പറയുന്നത്. പാലയും ഈ പറയുന്ന ഏറ്റുമാനൂരും കടുത്തുരുത്തിയും UDF-ന് അനുകൂലമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. മറ്റൊന്ന് കോട്ടയത്താണ്. കോട്ടയത്ത് താങ്കൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അവിടെ ചിലപ്പോൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ വിജയിച്ചു വരാനുള്ള സാധ്യതയാണ്. മറ്റൊന്ന് പുതുപ്പള്ളിയാണ്. പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയെങ്കിൽ ഇപ്പോൾ പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ എന്ന് പറയപ്പെടുന്ന MLA-യുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ വിജയവും നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന വിജയങ്ങളാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ താങ്കൾ പറഞ്ഞ ചങ്ങനാശ്ശേരി ആണെങ്കിലും ചങ്ങനാശ്ശേരിയുടെ UDF-ന്റെ സാധ്യത ഞാൻ തള്ളിക്കളയുന്നു. ചങ്ങനാശ്ശേരിയിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ വലിയ മറിമായങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അവിടെ ഈ പറഞ്ഞ NSS-ഓ SNDP-യോ ഇവരുടെ നിലപാടുകളൊക്കെ പാടെ വിഴുങ്ങിക്കളയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സുകുമാരൻ നായർ പറഞ്ഞാലും വെള്ളാപ്പള്ളി പറഞ്ഞാലും ആരും വോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി അതിനകത്തുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ പലപ്പോഴും സഭകളുടെ തീരുമാനങ്ങൾ അത് ചിലപ്പോൾ അവിടെ പലപ്പോഴും ആ ഒരു ഫാക്ടർ അവിടെ ഉണ്ടാകാറുണ്ട്. പിന്നെ പ്രതിഫലിക്കാൻ പോകുന്ന ആന്റി ഇൻകംബൻസിയാണ്. ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിച്ചാൽ മാത്രമേ താങ്കൾ ഈ പറഞ്ഞ ചങ്ങനാശ്ശേരിയിൽ ഏതെങ്കിലും തരത്തിൽ UDF-ന്റെ കാൻഡിഡേറ്റുകൾ വിജയിക്കുകയുള്ളൂ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ അത് LDF-ന് അനുകൂലമാകുന്ന ഒരു ഘടകമാണ്. മറ്റൊന്ന് കാഞ്ഞിരപ്പള്ളിയാണ്. ആ കാഞ്ഞിരപ്പള്ളിയിലും താങ്കൾ പറഞ്ഞത് 50-50 ആണ്. പക്ഷെ അത് LDF-ന്റെ കൈകളിലേക്ക് എത്തും. കാരണം ഈ ഡോക്ടർ N ജയരാജൻ അവിടെ മത്സരിക്കുന്നതുകൊണ്ടും അദ്ദേഹം ജനകീയനായതുകൊണ്ടും അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹവും ഇതുപോലെ തന്നെയാണ്. നമുക്കറിയാലോ, ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നാരായണക്കുറുപ്പിന്റെ മകനാണ്. അതുകൊണ്ട് തന്നെ ജനകീയനാണ്. താങ്കൾ പറഞ്ഞ പോലെ ആരും അറിയുന്നില്ല കേൾക്കുന്നില്ല എങ്കിൽ കൂടി ആർക്കും ശല്യം ഉണ്ടാക്കാതെ എല്ലാവരോടൊപ്പം സഹകരിച്ച് സന്തോഷത്തോടുകൂടി കഴിയുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ N ജയരാജ്. അദ്ദേഹത്തിന്റെ സാധ്യത അവിടെ കൂടുതലാണ്. അതുകൊണ്ട് LDF-ന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്പിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടാകും. പൂഞ്ഞാറിലും ഈ പറഞ്ഞ പോലെ
ഒരു തരത്തിലുള്ള ഗിമിക്സും അവിടെ നടക്കാൻ പോകുന്നില്ല. ഈ ഷോൺ ജോർജിന്റെ അപ്പൻ PC ജോർജും ഒക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. NDAക്ക് അനുകൂലമാകുന്ന ഒരു സ്ഥിതിവിശേഷമൊന്നും അവിടെ ഉണ്ടാകാനും പോകുന്നില്ല. പകരം അവിടെ ന്യൂനപക്ഷങ്ങളെ പലതരത്തിൽ വേദനിപ്പിച്ചതിനുള്ള പ്രതിഫലം അത് രണ്ട് മുന്നണികൾക്കും ലഭിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ പോലെ പൂഞ്ഞാറിലാണെങ്കിൽ പൂഞ്ഞാറിലെ ന്യൂനപക്ഷങ്ങൾ ഒത്തൊരുമയോടുകൂടി ഒന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ UDF സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിരിക്കും. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പൂഞ്ഞാറിൽ ഇദ്ദേഹത്തിന്റെ ഒരു തരത്തിലുള്ള അപ്രമാദിത്വം അവിടെ നടക്കാൻ പോകുന്നില്ല. PC ജോർജ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LDF തള്ളിക്കളയാൻ കഴിയില്ല. LDF എത്തുവാനുള്ള വോട്ടുകൾ ചിലപ്പോൾ അവർക്ക് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സാധ്യത വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ LDF കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ LDF സാധ്യതയെ നമുക്കവിടെ തള്ളിക്കളയാൻ കഴിയില്ല. അല്ല, അവിടെ പൂഞ്ഞാറില് ഈ പറയുന്ന ഈരാറ്റുപേട്ടയൊക്കെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ്. അതെ. ആ ഈരാറ്റുപേട്ടയുടെ പിൻബലത്തിലായിരുന്നു PC ജോർജ് MLA ആയതൊക്കെ. ആ ജനസമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പിന്തുണ ഇത്തവണ UDF എന്നുള്ളത് ഒരു വലിയ പ്ലസ് ആണ്. ആ അർത്ഥത്തിലാണ് UDF സെബാസ്റ്റ്യന് തിരിച്ചു വരാൻ കഴിയുന്നത്. അതുകൊണ്ട് പൂഞ്ഞാർ ആ അർത്ഥത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെതുൾപ്പെടെയുള്ള മുസ്ലിം വലിയ ഒരു ഭൂരിപക്ഷത്തിന്റെ പിന്തുണയൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് പൂഞ്ഞാറിന് സാധ്യത നമ്മൾ കാണുന്നത്. പിന്നെ മറ്റൊന്ന് കൂടി പറയാം. കോട്ടയം ജില്ലയെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമാണ് റബ്ബർ. ആ റബ്ബറിന് കഴിഞ്ഞ 5 കൊല്ലം മുമ്പേ താങ്ങുവില പ്രഖ്യാപിച്ച് മിനിമം 250 പ്രഖ്യാപിച്ച് കൊടുക്കാത്തവരാണ്. ഇപ്പം വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ കാപട്യം ആളുകൾക്കറിയാം. കോൺഗ്രസ് 250 പിന്നീട് അത് പടിപടിയായി 300 വരെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ശരി. അപ്പൊ ആ 5 ഗ്യാരണ്ടി ഇതെല്ലാം കൂടി ചേർന്ന് ഉള്ള സാധ്യതകളാണ്. ജയസാധ്യതകളിൽ നമ്മൾ ആന്റി ഇൻകംബൻസി മാത്രമല്ല, ഈ ഉറപ്പുകൾ, പിന്നീടുള്ള സാമുദായികമായിട്ടുള്ള പിൻബലം, ശബരിമലയിലുള്ള തിരിച്ചടി, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ശരി, നമുക്ക് നോക്കാം. എന്തായാലും താങ്കൾ പറഞ്ഞ പോലെ പാലായും കടുത്തുരുത്തിയും ഏറ്റുമാനൂരും കോട്ടയവും പുതുപ്പള്ളിയും ചങ്ങനാശ്ശേരിയും ഒക്കെ ആണ് ഉൾപ്പെടെ 6 നിയോജക മണ്ഡലങ്ങൾ താങ്കൾ UDF പ്രവചിക്കുമ്പോൾ പൂഞ്ഞാറും കൂടെ ചേർന്നാൽ 7 ആവും. അപ്പൊ ഈ പൂഞ്ഞാറും കൂടെ ചേർത്താൽ 7-2 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തപ്പെടുന്നു. അതായത് ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും വൈക്കവും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളും UDF അനുകൂലമാണെന്നും ബാക്കിയുള്ള 2 LDF അനുകൂലമാണെന്നും പറയപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത് 5-4 എന്നുള്ളതാണ്. പാലായും ഈ പറയുന്ന കടുത്തുരുത്തിയും 5 UDF 5 UDF, അതായത് ഇപ്പോഴത്തെ സ്ഥിതി തിരിച്ചെടുന്നു. അതെ, തിരിച്ചിരുന്നു. അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കോട്ടയത്ത് നമുക്ക് എനിക്ക് കാണാൻ കഴിയുന്നത്. കാരണം 5 സീറ്റുകളിൽ UDF, 4 സീറ്റുകളിൽ LDF മെജോറിറ്റി നേടുവാനുള്ള ഒരു സാധ്യതയാണ് കോട്ടയത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. കാത്തിരിക്കാം. മെയ് 4 നമുക്ക് അതിന്റെ യഥാർത്ഥ ചിത്രം അറിയാൻ കഴിയും.